നിങ്ങളുടെ +1 ക്രിസ്മസ് എക്സാമിന് വേണ്ടി എപ്പോഴും ചോദ്യം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിന് എപ്പോഴും നിങ്ങൾ ഒഴിച്ചുകൂടാനാകാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ് നബാർഡ് എന്ന് പറയുന്നത് അല്ലേ. നബാർഡിൻ്റെ ഫുൾ ഫോം തൊട്ട് താഴെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചോദ്യം ഇതാണ്, നബാർഡ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1979 കൺഫ്യൂസിംഗ് ആണ്, 82 കൺഫ്യൂസിംഗ് ആണ്, 90 84. 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വർഷമാണ്, 90 നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്നതിന് മുമ്പുള്ള വർഷമാണ്, 79 ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഉത്തരം ഏത് വരിക? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2-3 കാര്യം കൂടി ഞാനിവിടെ ചേർത്ത് തരാം. ഈ പറഞ്ഞ നബാർഡ് കൊണ്ടുവരാനുള്ള കാരണമായ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേരാണ് ബി ശിവരാമൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടെ ബി ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി. അതേപോലെ അത് കൊണ്ടുവന്ന വർഷമാണ് 1979 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നബാർഡ് സ്ഥാപിച്ച വർഷം 1982. നിർബന്ധമായിട്ട് പഠിക്കുക. റൂറൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷുവറായിട്ടും ഈ ഒരു ചോദ്യം വരാം. നബാർഡിനെ കുറിച്ചെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഹിസ്റ്റോഗ്രാം താഴെ പറഞ്ഞ ഏത് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് വരക്കാറുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. 1 റോ ഡാറ്റ തെറ്റാണ്, 2 ഡിസ്ക്രീറ്റ് ഡാറ്റ അതും തെറ്റാണ്, നൺ അതും തെറ്റാണ്. ഓപ്ഷൻ സി കണ്ടിന്യൂസ് ഡാറ്റയിൽ മാത്രമേ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസിൻ്റെ വാല്യൂസ് ഉണ്ടാവും പ്ലസ് അതിൻ്റെ കൂടെ ഫ്രീക്വൻസി വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞവരാണ് ഹിസ്റ്റോഗ്രാമിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഡാറ്റ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ ഉപയോഗിച്ച് വരക്കാൻ മാത്രം പറ്റുന്ന കുറച്ച് ഗ്രാഫുകളുണ്ട്, ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ നമുക്ക് വരക്കാൻ പറ്റുന്ന ഗ്രാഫുകൾ 1 ഹിസ്റ്റോഗ്രാം, 2 ഫ്രീക്വൻസി പോളിഗൺ, 3 ഫ്രീക്വൻസി കർവ്, 4 ഒജീവ്. അപ്പോൾ ഈ ബാർ ഡയഗ്രം പൈ ഡയഗ്രം ഒക്കെ പിന്നെ ഏത് ഡാറ്റ ഉപയോഗിച്ചാൽ വെക്കുക എന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾ തൊട്ടതായ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.